ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാമ്പാർ പൊടിയൊന്നും ചേർക്കാത്ത നല്ല തേങ്ങയൊക്കെ അരച്ച് വെക്കുന്ന നല്ല നാടൻ സാമ്പാർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് മുരിങ്ങക്കായ, കുറച്ച് വെണ്ടയ്ക്ക, മത്തങ്ങ, വഴുതനങ്ങ, പിന്നെ കൂടെ തന്നെ ഇത്തിരി ചെറിയ ഉള്ളി കൂടിയാണ്. നിങ്ങൾക്ക് ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളി നീളത്തിൽ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വറുത്തരയ്ക്കാനുള്ള തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി പുളിവെള്ളം വേണം. ഇതൊരു വലിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലോണം പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. അടുത്തതൊരു 1/4 കപ്പ് പരിപ്പാണ്. ഇത് നല്ലോണം കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ ക്യാരറ്റും മുരിങ്ങക്കായും മത്തങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 1/4 വേവ് ആവുമ്പോൾ മറ്റുള്ള പച്ചക്കറികളായ വഴുതനങ്ങയും വെണ്ടയ്ക്കയും ചെറിയുള്ളിയും ചെറുതായി ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം ആ 3 പച്ചക്കറികളും വെന്തുടയാൻ സാധ്യതയുണ്ട്. നല്ല കുഴഞ്ഞു പോകും നമ്മുടെ സാമ്പാർ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എണ്ണയിലിട്ട് വാട്ടിയെടുത്താൽ കുഴയാനുള്ള സാധ്യത കുറവാണ്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ആ പച്ചക്കറികൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയുള്ളിയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ ചെറിയുള്ളിയാണ് വഴറ്റിയെടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പച്ചക്കറികളാണ്. ഒന്ന് ചൂട് തട്ടുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്. അതുപോലെ ഇത് വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്കും വഴുതനങ്ങയൊക്കെ കുഴഞ്ഞ് നമ്മുടെ സാമ്പാറിന് വല്ലാത്തൊരു കൊഴുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് വഴറ്റി വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ പച്ചക്കറികൾ വെന്തോളും. അപ്പോൾ പച്ചക്കറികൾ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും 1/2 ടീസ്പൂൺ മസൂർ ദാൽ ഓപ്ഷണലാണ്, ഒരു 1/4 ടീസ്പൂൺ അരിയും ഇട്ട് കൊടുക്കാം. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ടിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇനി സാമ്പാറിലേക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന കായം കട്ടക്കായമാണെങ്കിൽ ഈ സമയത്ത് എണ്ണയിലേക്ക് ഒരു കഷ്ണം കായം കൂടി ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. അതല്ല കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അല്ലെങ്കിൽ കട്ടക്കായം പരിപ്പ് വേവിക്കുമ്പോൾ അതിലിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 3.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ ഓരോരുത്തർ എടുക്കുന്ന മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇത് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടും. അതുപോലെ തന്നെ കളറും ഒന്ന് ചേഞ്ച് ആയി കിട്ടും.
അപ്പോൾ പൊടികളൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് 4 ടേബിൾ സ്പൂൺ തേങ്ങയാണുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ വറുത്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നത് വരെ വറുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതിനൊരു തീയലിൻ്റെ ടേസ്റ്റ് വരുന്നതാണ്. ഇനി ഇത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ പച്ചക്കറികളും ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പും ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കാം. ഈ പുളിയൊക്കെ നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ പുളിവെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ റോ സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാമ്പാർ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിനുള്ള കായം പൊടി ചേർത്ത് കൊടുക്കാം. കായമൊക്കെ നല്ലോണം ചേർത്ത് കൊടുത്താലേ സാമ്പാറിന് നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 3/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചധികം മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക മണവും ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മറക്കാതെ ഇട്ട് കൊടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ അളവിനുള്ള പഞ്ചസാര കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിട്ട് കൊടുക്കുന്നത് സാമ്പാറിൻ്റെ എരിവും പുളിപ്പൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാനാണ്. ഈ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുക മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഒരു 3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇനി താളിച്ചത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാർ പൊടിയൊന്നും ചേർക്കാത്ത തേങ്ങയൊക്കെ വറുത്തരച്ച നല്ല നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് കുക്കിംഗ്.